ഹായ് മക്കളെ, ഇന്ന് നമുക്ക് സെവൻത്തിൻ്റെ മിഡീവൽ പീരീഡ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. നെയിം ദി ക്യാപിറ്റൽ ഓഫ് വിജയനഗര എംപയർ, ഹംപി. വിച്ച് മുഗൾ കിങ് ബിൽട്ട് റെഡ് ഫോർട്ട്, ഷാജഹാൻ. നെയിം ദ പ്രോമിനൻറ്റ് മുഗൾ റൂളേഴ്സ്, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസീബ്. ഹു ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ മുഗൾ എംപയർ ഓർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ, ബാബർ. വെൻ ഡിഡ് ബാബർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മുഗൾ റൂൾ, മുഗൾ റൂളിനെ ഫൗണ്ടേഷൻ ഇട്ടത് എന്നാണ്? 1526. വെൻ ഡിഡ് ദ മുഗൾ റൂൾ എൻഡഡ്, എന്നാണ് അവസാനിച്ചത് മുഗൾ റൂള്? 1857. നെയിം ദ പ്ലേസസ് വിച്ച് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് മുഗൾസ്, മുഗൾസിൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ. പ്രസൻറ്റ് ഡേ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഹു ആഡഡ് ദി ടേം മുഗൾസ്, മുഗൾ എന്ന് പറഞ്ഞത് ആരാണ് ആദ്യമായിട്ട്? യൂറോപ്യൻസ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് ചോദിക്കാം. അന്നേരം പാനിപ്പട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ ഇതാണ് എഴുതേണ്ടത്. എ ബാറ്റിൽ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ബാബർ ദ റൂളർ ഓഫ് കാബൂൾ ആൻഡ് ഇബ്രാഹിം ലോധി ഇൻ 1526. ഇറ്റ് ടുക്ക് പ്ലേസ് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. So this battle is referred as the first battle of Panipat in Indian history. Babur got victorious. Babur laid the foundation of Mughal India through this victory. Who fought between the first battle of Panipat, Babur and Ibrahim Lodi? Which dynasty does Ibrahim Lodi belongs to? ഇബ്രാഹിം ലോധി ഏത് ഡൈനാസ്റ്റിയിലുള്ളതാണ്? ലോധി ഡൈനാസ്റ്റി. ഹു ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി, ഇബ്രാഹിം ലോധിയെ ആരാണ് തോൽപ്പിച്ചത്? ബാബർ. വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദി വേർഡ് മുഗൾ, മുഗളിൻ്റെ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? മംഗോൾസ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മുഗൾസ്, ഏതാണ് മുഗൾസിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ, തലസ്ഥാനം? ആഗ്ര. ഹൂ മെയ്ഡ് ഫത്തേപൂർ സിക്രി ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ, ഇൻ വിച്ച് ഇയർ, ആരാണ് ഫത്തേപൂർ സിക്രി ക്യാപിറ്റലാക്കിയത്, മുഗൾസിൻ്റെ ക്യാപിറ്റലാക്കിയത്? ഏത് വർഷമാണ്? അക്ബറാണ് ഫത്തേപൂർ സിക്രി മുഗൾ എംപയറിൻ്റെ ക്യാപിറ്റലാക്കിയത്. 1575, 1575. അതിനുശേഷമാണ് അവിടെ ഇബാദത്ത് ഖാന പണിതത്. നെയിം ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് മുഗൾസ്, ആ ഫത്തേപൂർ സിക്രി തന്നെയാണ് മുഗൾസിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റലും. അതിനുശേഷം ഫത്തേപൂർ സിക്രിയും മാറ്റി. എന്തുകൊണ്ടാണ്? അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ദിൻ ഇലാഹി, അക്ബർ. ദിൻ ഇലാഹിയെ പറ്റി അറിയാൽ, അദ്ദേഹത്തിൻ്റെ റിലീജിയനാണ് ദിൻ ഇലാഹി, അദ്ദേഹം കൊണ്ടുവന്ന റിലീജിയനാണ് ദിൻ ഇലാഹി. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദിൻ ഇലാഹി. ദിൻ ഇലാഹി ഞാൻ പറഞ്ഞു അക്ബർ കൊണ്ടുവന്ന മതമാണ്. ദിൻ ഇലാഹി വാസ് എ സ്പിരിച്വൽ ലീഡർഷിപ്പ് പ്രോഗ്രാം അറ്റ് ദ ടൈം ഓഫ് മുഗൾ എംപറർ അക്ബർ. അക്ബറിൻ്റെ സമയത്തുള്ള സ്പിരിച്വൽ ലീഡർഷിപ്പ് പ്രോഗ്രാം, ഒരു ആത്മീയതമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഇറ്റ് വാസ് ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളൊരു റിലീജിയൻ ആയിരുന്നു. ബൈ കമ്പൈനിങ്, ഒരുമിച്ച് ചേർത്ത്. ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരുമിപ്പിച്ച് ചേർത്ത ഒരു വിഷണറി റിലീജിയൻ ആയിരുന്നു അത്. പീസ് ടു ഓൾ ഓർ സുൽഹിക്കുൾ ഈസ് ദ കോർ ഓഫ് ദിസ് വിഷൻ. ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. ഓർ സുൽഹിക്കുൾ, സുൽഹിക്കുൾ എന്ന് പറഞ്ഞൊരു പേർഷ്യൻ വേർഡാണ്. ദ എയിം ടു ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ റിലീജിയൻസ് ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അദ്ദേഹത്തിൻ്റെ എയിം, ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ വിഷൻസ് ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, എല്ലാ മനുഷ്യരുടെയും നല്ലതിനു വേണ്ടിയായിരുന്നു. വാട്ട് വാസ് ദ എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന, മേക്ക് സം നോട്ട്സ്. ഈ ഇബാദത്ത് ഖാന പണിയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? In 1575, അക്ബർ ബിൽഡ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. 1575 അക്ബർ ഫത്തേപൂർ സിക്രിയിൽ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന പണിതത്. ഇറ്റ് വാസ് എ മീറ്റിംഗ് ഹൗസ് ഓഫ് ഓൾ റിലീജിയസ് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ്. എല്ലാ മതത്തിലുള്ള റിലീജിയസ് സ്കോളേഴ്സിൻ്റെയും അതുതന്നെ പണ്ഡിതന്മാരുടെയും ഒരു മീറ്റിംഗ് ഹൗസ് ആയിരുന്നു, ഒരു മീറ്റിംഗ് സ്ഥലമായിരുന്നു. ദ ഗാദേഡ് ഹിയർ ഫോർ റിലീജിയസ് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. അവരിവിടെ ഒത്തുകൂടിയിരുന്നത് മതപരമായിട്ടുള്ള ഡിസ്കഷൻസുകൾ, ചർച്ചകൾ നടത്താനും അതുപോലെ ഡിബേറ്റ്സുകൾ നടത്താനുമായിരുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ഹാൾ ഓഫ് പ്രയർ. ഇതിനെ ഹാൾ ഓഫ് പ്രയർ എന്ന പ്രാർത്ഥനയുടെ റൂം എന്നും അറിയപ്പെട്ടു.
ദീസ് ഡിസ്കഷൻസ് സ്പീക്ക് ഓളിയം അബൌട്ട് അക്ബേഴ്സ് പോളിസീസ് ഓഫ് റിലീജിയസ് ടോളറൻസ്. ഈ ഡിസ്കഷൻസുകൾ എന്താണ് പുറത്തു കൊണ്ടുവരുന്നത്? അതായത് അക്ബറിൻ്റെ റിലീജിയസ് പോളിസി, അതായത് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയാണ് പറയുന്നത്. ഹൂ ബിൽറ്റ് ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിൽ ആരാണ് ഇബാദത്ത് ഖാന ബിൽറ്റ് ചെയ്തത്? അക്ബർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിന്നിലാഹി? ദിന്നിലാഹിയുടെ അർത്ഥം എന്താണ്? പീസ് ടു ഓൾ. ഹൂ അബോളിഷ്ഡ് ജസിയ? ജസിയ അബോളിഷ് ചെയ്തത് അക്ബർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജസിയ. ജസിയ അറിയാമല്ലോ, ഒരു ടാക്സ് ആണ്. അതിനെപ്പറ്റി എഴുതാനാണ്. ജസിയ ഈസ് എ ടൈപ്പ് ഓഫ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ നോൺ മുസ്ലിംസ് ബൈ ഇസ്ലാമിക് സ്റ്റേറ്റ്. അപ്പം മുസ്ലിം റൂളേഴ്സ് നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ, അതായത് മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിരുന്ന, ചുമത്തിയിരുന്ന ഒരു നികുതിയാണ് ജസിയ. ആസ് എ ഫീ ഫോർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡഡ് ബൈ മുസ്ലിം റൂളേഴ്സ്. അത് അവരെ മുസ്ലിം റൂളേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഫീസായിരുന്നു. ഇറ്റ് വാസ് ഫിക്സഡ് അക്കോർഡിംഗ് ടു ദെയർ ഇൻകം ലെവൽ. അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ജസിയ ചുമത്തിയിരുന്നത്. കുറവ് വരുമാനമുള്ളവർ കുറച്ച് ടാക്സ് അടച്ചാൽ മതി, കൂടുതൽ വരുമാനമുള്ളവർ കൂടുതൽ ടാക്സ് അടയ്ക്കണം. ചിൽഡ്രൻ, എൽഡേഴ്സ്, ഹാൻഡിക്യാപ്ഡ്, സ്ലേവ്സ് എക്സെട്ര വെയർ എക്സംപ്റ്റഡ് ഫ്രം ദിസ് ടാക്സ്. കുട്ടികളും അതുപോലെ മുതിർന്നവരും ഹാൻഡിക്യാപ്ഡ് വൈകല്യമുള്ളവരും അടിമകളുമെല്ലാം ഈ ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് അബോളിഷ്ഡ് ബൈ അക്ബർ ഇൻ 1564. ഇത് അബോളിഷ് ചെയ്തത് അക്ബറാണ് 1564.